അപ്പം ഞാൻ കഴിഞ്ഞ അതിൽ പറഞ്ഞിരുന്നു, നിങ്ങൾ വലിയ വോട്ട് ബാങ്കുള്ള, അതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് തെറി വന്നൊരു വിഷയം. ഇവരോട് നമ്മൾ പറഞ്ഞു നിങ്ങൾ സ്ഥാനാർത്ഥിയായി നിൽക്കുകയും അത് തീരെ സമ്മതിക്കണില്ല. അത് ഞാൻ ഒന്നുകൂടി പറയാണ്, നിങ്ങളെ കയ്യിൽ വല്ല വോട്ട് ബാങ്ക് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ തെളിയിക്കണം. ഞങ്ങൾക്ക് പിന്നെ അങ്ങനെ അവകാശവാദമല്ല, ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല. ഞങ്ങൾക്ക് എന്ത് വോട്ട് 9-ാം തീയതി വരുമ്പോൾ ചെയ്ത് അത് കഴിഞ്ഞു, അതന്ന് കഴിഞ്ഞ് പിന്നെ അതിനു വേണ്ടി നിൽക്കലില്ല. അതേ സമയത്ത് നിങ്ങളെ മൊയിലേമാരിപ്പോഴത്തെ അവസ്ഥ എന്താ? മുഴുവനും വോട്ട് പിടിക്കാൻ ഇറങ്ങിയതല്ലേ. വല്ല മുറിവത്തുങ്ങൾക്കുണ്ടോ? ഞാൻ പണ്ട് മണ്ണാർക്കാട് പറഞ്ഞ പോലെ മദ്രസയിലെ ഹാജർ പട്ടിക എടുത്തു വെച്ച് വോട്ടർ പട്ടികയുമായി ഊരുതണ്ടല്ലേ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ മൊയിലേമാരൊക്കെ. സജീവ ചർച്ചയാണ്. കൊടുവള്ളിയിലും അതുപോലെ ഇതിൻ്റെ പരിസരത്തൊക്കെ ഭയങ്കര ചർച്ച. AP വിഭാഗത്തിലെ ഒരു വിഭാഗം ലീഗിനെ UDF-നെ അംഗീകരിച്ച് അതിനുവേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലർ LDF-ന് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലിങ്ങനെ ഞാൻ പല പ്രധാനപ്പെട്ടൊരു ഗ്രൂപ്പിലിങ്ങനെ കേട്ടപ്പോൾ അവർ പറയുന്നുണ്ട്, ഇവിടെ ഉള്ള ഒരു പ്രധാന രാജ്യം അയാൾ പറയുന്നുണ്ട്, നമ്മളെ സഹായിച്ചവരല്ലേ തിരിച്ച് സഹായിക്കേണ്ടി. അന്ന് കളരാന്തിരിയിൽ കുരുവട്ടൂരികൾ പരിപാടി നടത്തിയപ്പോൾ സ്റ്റേജ് കയ്യേറിയില്ലേ നമ്മൾ പറയുന്നുണ്ട്. സ്റ്റേജ് പോലെ കയ്യേറി. സ്റ്റേജ് കയ്യേറിയപ്പോൾ ആ കുണ്ടനെ പിടിച്ച് പോലീസ് കൊണ്ടുപോയി. ആ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ആ അക്രമിയായ ആളെ രക്ഷപ്പെടുത്തി കൊടുത്തത് ഇന്ന പാർട്ടിയുടെ ആളല്ല, മറന്നുപോയോ നിങ്ങൾ? ആ മറ്റോൻ ചോദിക്കണ്ട്, ഈ എന്തിനാ നമുക്ക് കയ്യേറാൻ പോയത്? ഓലാണ് നടത്തിക്കോട്ടെ വെച്ചാൽ പോരേതാണ്. 2 വിഭാഗമായതാണ്. അവൻ പറഞ്ഞു നിങ്ങളാണ് ഇപ്പോൾ സംഘടനയിൽ നിന്ന് പുറത്ത പോലെ അല്ല, ഇയാണ് പുറത്ത്. എല്ലാ വോയിസും ഞങ്ങളെ കയ്യിലുണ്ട് കേട്ടോ. ഒക്കെ ആവശ്യം നേരത്തെ ഞങ്ങൾ കൊണ്ടുവരും. ഫുള്ള് തല്ല, ഒരു മുറിവത്തുമില്ല. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി ചോദിക്കുകയാണ്, നിങ്ങൾക്കല്ല ആൺമക്കൾ നിങ്ങളെ കൂട്ടത്തിലുണ്ടെങ്കിൽ വരി. എന്നിട്ട് ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ, ഞാൻ പറഞ്ഞൊരു വാർഡിലെങ്കിലും നിങ്ങളൊരു സ്ഥാനാർത്ഥിനെ നിർത്തി, ഹക്കീമിനെ തന്നെ നിർത്തി, നിങ്ങൾ അല്ലെങ്കിൽ പേരോടിനെ നിർത്തി, വെണ്ണക്കോട്ടേനെ നിർത്തി, എന്നിട്ട് വോട്ട് ചെയ്തിട്ട് ഓലൊന്ന് ജയിച്ച് കയറട്ടെ. അതിൻ്റെ പിറ്റേന്നല്ലേ ഞങ്ങൾ പറഞ്ഞ ബാക്കി. അതിന് നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? പോകട്ടെ. ഞാൻ ചോദിക്കുന്നു, പരസ്യമായി, രഹസ്യമായി നിങ്ങൾ പല മീറ്റിങ്ങും നടത്തുന്നുണ്ട്, അതിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾ എടുത്തിട്ടുണ്ട്. അത് ഞാൻ പരിപാടി കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞുതരാം. പരസ്യമായി ഇന്ന മുന്നണിയെ ഞങ്ങൾ പിന്തുണക്കുന്നു എന്ന് പറയാൻ നട്ടലുണ്ടോ AP-ക്കാരെ? നിങ്ങൾക്ക് എന്ത് വോട്ട് ബാങ്കാളിൽ? നിങ്ങൾക്ക് ഫിത്തിനും ഫസാദും ഈ ഗുണ്ടായുസും അല്ലാതെ എന്താ നിങ്ങളുടെ കയ്യിലുള്ളത്? പരസ്പരം തെറ്റിക്കുക, പരസ്പരം പ്രശ്നം ഉണ്ടാക്കുക. ഏതെങ്കിലും 2 അയൽവാസികൾ തമ്മിൽ എന്തെങ്കിലും ഒരു സാമ്പത്തിക ഇടപാടിൽ പ്രശ്നം ഉണ്ടെങ്കിൽ അതൊന്നും മസ്ലഹത്താകാൻ നോക്കുമ്പോൾ അതിന് വരെ സമ്മതിക്കാതെ എല്ലാ പക്ഷത്തും വന്ന് പൈസ വരെ വാഗ്ദാനം ചെയ്ത് ഫിത്തിനും ഫസാദ് ഉണ്ടാക്കിയിട്ട് ആ വീഡിയോ ലോകത്തെത്തിച്ച് അയിമെങ്ങനെ ഞെളിഞ്ഞിരിക്കുക എന്ന് വിചാരിച്ച് ആദർശം കൊണ്ട് നേരിടാൻ പറ്റാത്ത ഒരു വിഭാഗമായി ഭീരുക്കളായി നിങ്ങൾ മാറിപ്പോയതാണ്. അതല്ല ഉള്ളിൽ കൂടിയുള്ള പണിയുള്ളൂ. ഈ ഫിത്ന ഉണ്ടാക്കുക, സിഹിർ ചെയ്യുക, എന്നിട്ട് സാഹചര്യങ്ങൾ പറഞ്ഞൊരു കുണ്ണ ഡേറ്റിന് ഓൻ പണി തീരും, എന്നിട്ട് അങ്ങനെ ആ ഡേറ്റും വിചാരിച്ചിരിക്കുക. ഉളുപ്പ് വേണ്ട അതിനൊക്കെ. നമ്മൾ പറഞ്ഞൊരു ആദർശ വിഷയത്തിന് വല്ല മറുപടി ഉണ്ടോ? ഏറ്റവും അടിസ്ഥാനപരമായ വിഷയങ്ങളല്ലേ ഇവിടെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ വിഷയങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റ് ചെയ്യണം. നിങ്ങളുണ്ടെങ്കിൽ വരണം. ഇതാണ് ഞങ്ങൾക്ക് വേണ്ടത്. വളരെ കൃത്യമാണ് വിഷയം.